ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20 സീറ്റും നേടുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ഇത്തവണയും UDFനൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ മാറിയിട്ടുള്ളൂ, ജനങ്ങൾ മാറിയിട്ടില്ല. രാഹുൽ ഗാന്ധി കൂടി എത്തുന്നതോടെ ചിത്രം വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ ന്യൂസ് 18നോട് പറഞ്ഞു. വോട്ടോട്ടം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇപ്പോൾ എന്നോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൂടിയുണ്ട്. സർ, എങ്ങനെയാണ് കോട്ടയത്തെ ഒരു തെരഞ്ഞെടുപ്പ്? ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് VN വാസവൻ മത്സരിച്ച കാലത്ത് പോലും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റി. ഞങ്ങളുടെ ഏറ്റവും ടൈറ്റായിട്ടുള്ളൊരു മത്സരം നടന്ന ആ സമയത്താണ്. അന്ന് ഞങ്ങൾ 1,06,000 വോട്ടിന് ജയിച്ചു. പക്ഷെ ഞങ്ങൾ ജയിപ്പിച്ച ആൾ മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതൊന്നും കുഴപ്പം, പക്ഷെ വോട്ടർമാർ മാറിയില്ല. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ വർഷം മുന്നണിയിലായിരുന്നു, പക്ഷെ ഇത്തവണ എതിരായിട്ട് വരുന്നു. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ജയിപ്പിച്ച ആള് അദ്ദേഹം മുന്നണിയിൽ നിന്ന് പുറത്തായി. പക്ഷെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ അവരിപ്പുറത്തും ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് ഒരു ചലഞ്ചും ഇല്ല, അവർക്ക് യാതൊരു വിഷമവും ഇല്ല. ഒന്ന്, കേരളത്തിലെ ആന്റി ഇൻകുബൻസി ഫാക്ടറാണ്. പിണറായി വിജയൻ ആന്റി ഇൻകുബൻസി ഫാക്ടറാണ് കേരള പൊളിറ്റിക്സ് കളിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ ഘടകം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വർഗീയ നിലപാടെടുക്കുന്ന BJPയോട് യോജിക്കില്ല എന്നൊരു നിലപാട് ജനങ്ങളുടേതായിട്ടുണ്ട്. അപ്പം മതനിരപേക്ഷത ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രണ്ടില. കാരണം കാലങ്ങളായി വോട്ട് ചെയ്യുന്ന രണ്ടിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ ഇത്തവണ മാറിയത് ഓട്ടോ ചിഹ്നത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ചിഹ്നം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒപ്പം തന്നെ അവർ ആ ഒരു രീതിയിലേക്ക് ആയെന്ന് തോന്നുന്നു. രണ്ടിലേക്ക് മുമ്പ് ഇവർ കുതിരയായിരുന്നു ചിഹ്നം. കുതിര ചിഹ്നം ഇല്ലാതെ വന്ന് രണ്ടില ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് ആദ്യമായിട്ടൊന്ന് അന്ന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ജനങ്ങൾ ചോദിച്ചു, ഞങ്ങളെങ്ങനെയാ കുതിരയ്ക്ക് കുത്തിക്കൊണ്ടിരുന്നത്, ഞങ്ങളെങ്ങനെയാ ഇനി രണ്ടിലേക്ക് കുത്തുന്നത്? അപ്പൊ രണ്ടിലെ എന്ന് വന്നിട്ടില്ല. അന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രസക്തമായില്ല. ഇന്ന് രണ്ടിലേക്ക് അന്നുണ്ടായിരുന്ന ഒരു പ്രശ്നം ഇപ്പോ ഓട്ടോറിക്ഷ വന്നപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്, ചിഹ്നം ഓട്ടോറിക്ഷയാണ്. ആ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്നത്. രാഹുലിനോടൊപ്പമാണ് കോട്ടയം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയോടൊപ്പം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾ. കാരണം ജോഡോ യാത്ര നടത്തി വമ്പിച്ച വിജയമായിരുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അദ്ദേഹം സന്ധിയില്ലാത്ത സമരം ചെയ്യണം. അദ്ദേഹം മണിപ്പൂരിലുണ്ടായ സംഭവത്തിനെതിരായി ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ നടന്ന് കണ്ടിട്ടുള്ള ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹമാണ് ഫ്രാൻസിസ് ജോർജ് വോട്ട് ചോദിച്ചിവിടെ എത്തുന്നത്. ഇപ്പം നരേന്ദ്രമോദി സംസ്ഥാനത്തുടനീളമായി ഇപ്പോൾ നിരവധി തവണയായിട്ട് കേരളത്തിലേക്ക് സന്ദർശനം നടത്തുന്നതിനൊപ്പം തന്നെ പര്യടനത്തിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ്. സജീവമായി സൌത്ത് ഇന്ത്യയിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിയുടെ വരവുകൊണ്ട് സാധിക്കുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. പക്ഷേ അത് കേരളത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് അല്ല. അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തില്ലേ? അദ്ദേഹം കാശ്മീരിൽ യാത്ര ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം തൊട്ടിപ്പുറത്ത് ഓരോ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിലും BJPയുടെ നേതാവ് എന്നുള്ള നിലയിൽ പോകാവുന്ന മുഴുവൻ സ്ഥലത്തും പോകും. പക്ഷെ ജനങ്ങൾ അദ്ദേഹം എടുക്കുന്ന നിലപാട്, രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം മതനിരപേക്ഷതയോടെടുക്കുന്ന ഒരു സമീപനം, ആ സമീപനത്തോട് കേരള ജനത ഉൾക്കൊള്ളുകയില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനവിഭാഗം, ആ ജനവിഭാഗങ്ങളുടെ മുമ്പിൽ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മണിപ്പൂര് ഒരു ചോദ്യചിഹ്നമായി നിൽക്കിയതേ. മണിപ്പൂരിൽ പോകാത്ത പ്രധാനമന്ത്രി ഈ കേരളത്തിൽ 6 പ്രാവശ്യം വന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന്റെ നെസസിറ്റി മണിപ്പൂരായിരുന്നു. ജനങ്ങൾ ആഗ്രഹിച്ച് അദ്ദേഹം മണിപ്പൂരിൽ ചെല്ലുമെന്നായിരുന്നു. മണിപ്പൂരിൽ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയല്ലേ അദ്ദേഹം പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥലം ഒഴിവാക്കുന്നത്? ആ മണിപ്പൂർ സംഭവത്തിൽ അവിടെയുള്ള മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളോട് എന്നും ഹൃദയബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മതന്യൂനപക്ഷം അവരെവിടെയാ പോയി നിൽക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഇന്ത്യയിൽ 75 കൊല്ലമായി നമ്മൾ കേൾക്കാത്ത രൂപത്തിലുള്ള സംഭവങ്ങളിലെ ഇപ്പൊ കേൾക്കുന്നത്. ആ 75 കൊല്ലക്കാലത്തിൽ ഭൂരിപക്ഷ കാലവും ഞങ്ങളാ ഭരിച്ചത്. അന്നൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, അന്നൊരു മതവിദ്വേഷതയുണ്ടായില്ലല്ലോ.
അപ്പൊ ആ മതവിദ്വേഷത പിന്നീട് ഉണ്ടായിട്ടുള്ള കൊഗ്ഡപ്പായിട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തെ ഞങ്ങൾ എതിർക്കുകയാണ്. പഴയ ഇന്ത്യ ഞങ്ങൾക്ക് വേണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന പഴയ ഇന്ത്യ, ആ പഴയ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ 19-1 ഇത്തവണ എങ്ങനെയായിരിക്കും? ഞങ്ങൾ 100% അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം എല്ലാം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 100% പ്രതീക്ഷിച്ചു, 19 കിട്ടിയുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇപ്രാവശ്യം 100% ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അതിനുള്ള പ്രവർത്തനം നടത്തുകയാണ്. ഞങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നീങ്ങുകയാണ്. ആ റെക്കോർഡ് ഇത്തവണ തകർക്കും, 19 എന്നുള്ളത് 20 ആക്കി തകർക്കും. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സ്വാഭാവികല്ലേ, ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അതിനുള്ള ഒത്തിരി ഇനം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള പൊളിറ്റിക്സിലും ഉണ്ട്. അതെല്ലാം പോസിറ്റീവായിട്ട് വരുമെന്ന് ഒരിക്കൽ ഒരു പ്രശ്നമില്ല. 20-20 ഞങ്ങൾ ഇപ്രാവശ്യം 6 അടിക്കും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും എന്തായാലും 20-20 സീറ്റുകൾ നേടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ UDF മുന്നണിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഹരി കൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കോട്ടയം.